വയനാട് പിണങ്ങോട് പന്നിയോറയിൽ റോഡിൽ വെള്ളം കയറി. പ്രദേശത്തെ ആദിവാസി ഉന്നതിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനത്തിനായി ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. ലിൻഡോ തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിൻഡോ, രാവിലെ മുതൽ തന്നെ വയനാട് പലയിടത്തും ഇത്തരത്തിൽ വെള്ളം കയറുകയും റോഡുകളിലൊക്കെ ഗതാഗതമൊക്കെ തടസ്സപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ എന്താണ് നിലവിലെ സാഹചര്യം? അവിടെ ഇപ്പോഴും മഴ എങ്ങനെയാണ് തുടരുന്നത്? സ്വാതി, ഈ വയനാട് പിണങ്ങോട് പന്നിയോറയിലാണ് ഈ ഉന്നതിയിൽപ്പെട്ട കുടുംബങ്ങൾ ഈ മഴയിൽപ്പെട്ട് അവരുടെ റോഡുകളിലേക്ക് വെള്ളം കയറുന്നതിനെ തുടർന്ന് ഒരു മറുഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ രക്ഷിക്കാനാണ് ഇവിടെ ഇപ്പോൾ ഈ ഫയർഫോഴ്സ് അംഗങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ ഫയർഫോഴ്സ് അംഗങ്ങൾ 6 കുടുംബങ്ങളാണ് ഈ കരുവേപ്പിൻ ഉന്നതി എന്ന് പറയുന്ന സ്ഥലത്ത് കുടുങ്ങിയിരിക്കുന്നത്. നമ്മളിപ്പോൾ പ്രദേശത്ത് കാണുന്ന പോലെ ആ ഉന്നതിയിലേക്കുള്ള റോഡിലേക്കും ആ പ്രദേശത്തും വലിയ രീതിയിൽ വെള്ളം കയറിയിരിക്കുന്നത് കാണാം. നമ്മളിപ്പോൾ കാണുന്നത് വയലാണ്. ആ വയലിലേക്കൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറുകയും അതിന് തൊട്ടക്കരെ താമസിക്കുന്ന കറിവേപ്പിൻ ഉന്നതിയിലുള്ള 6ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ ഇവിടെ കുടുങ്ങി കിടക്കുന്നിരിക്കുന്നത്. ഇവരെ രക്ഷിക്കാനാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അംഗങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ മുതൽ വയനാട് ജില്ലയിൽ വലിയ തോതിലുള്ള മഴയാണ്. മഴ പ്രധാനമായും വലിയ രീതിയിൽ ബാധിച്ചത് ഈ മാനന്തവാടി, പടിഞ്ഞാറത്തണ, പിണങ്ങോട് ഭാഗങ്ങളിലാണ്. ഈ പിണങ്ങോട് ഭാഗത്തുള്ള പന്നിയോറയിലുള്ള ഉന്നതിയിലുള്ള 6ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. നിലവിൽ 6ഓളം കുടുംബങ്ങളായി 10 പേരാണ് ഈ ഉന്നതിയിലുള്ള ആളുകളെ രക്ഷിക്കാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഉള്ളവരുടെ നേതൃത്വത്തിൽ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി ഓരോരുത്തരെയും ഇവിടേക്ക് എത്തിക്കുകയുമാണ്. നേരത്തെ ഒരു സംഘം ഫയർഫോഴ്സ് സംഘം ഉന്നതിയിൽ എത്തുകയും ബോട്ടിൽ 2 പേരെ കയറ്റുകയും അവരുടെ അവശ്യ സാധനങ്ങളടക്കം കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ കാണുന്ന പോലെ ഫയർഫോഴ്സ് അംഗങ്ങൾ അക്കരെ ഇവിടെ നിൽക്കുന്നുണ്ട്. എപ്പോഴാണ് നിങ്ങൾ ഇവിടെ എത്തിയത്? ഫയർഫോഴ്സ് അംഗങ്ങൾ ഒരു മണിയോടെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്ര കുടുംബങ്ങളുണ്ടെന്ന് അറിയോ? 5 കുടുംബത്തോളം ഉണ്ടെന്നാ പറഞ്ഞത്. 5 കുടുംബങ്ങളോളം. ഇപ്പൊ എത്ര തവണ പോയി വന്നാലാണ് ഇവരെ ഇവിടെ മറുകരയിൽ എത്തിക്കാൻ കഴിയുക? ഒരു 3 പ്രാവശ്യം പോയി വന്നു. അത് ഈ 2 പേര് വെച്ച് ഫസ്റ്റ് 2 പേര് വെച്ചിട്ടാണ് വന്നത്. ഇപ്പോൾ രണ്ടാമത്തെ 4 പേര് വെച്ച് നമ്മളിവിടെ ഇറക്കി. ബാക്കി കുറച്ച് ആളുകൾ അവിടെ ഉണ്ട്. നിലവിൽ 6 പേര് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി എത്ര പേര് കൂടി ബാക്കിയുണ്ട്? ഇനി ഒരു 10-12 പേര് ഇപ്പം നിലവിൽ അവിടെ ഉണ്ട്. ബാക്കി അവർ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി എത്ര ഉണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയില്ല. അപ്പുറത്തുള്ളവർക്ക് അറിയാം. ഈ 5ഓളം കുടുംബങ്ങളിലായി 12 പേർ കൂടി ഈ വിഭാഗത്തുണ്ട്. ഇവരെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്നവരെ മറുകരയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജില്ലയിൽ ഇപ്പോഴും കനത്ത മഴയാണ് തുടരുന്നത്. ഈ പടിഞ്ഞാറത്തറ, നമ്മളിപ്പോൾ രാവിലെ നമ്മളുണ്ടായിരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തിന് തൊട്ടക്കര ഭാഗത്ത് പടിഞ്ഞാറത്തറ ഭാഗമായിരുന്നു, തരിയോട് ഭാഗമായിരുന്നു. ആ ഭാഗത്ത് 3 ഉന്നതികളിലാണ് വെള്ളം കയറിയതിനെ തുടർന്ന് ഏകദേശം 24ഓളം കുടുംബങ്ങളെയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റേണ്ടി വന്നത്. അതുപോലെ തന്നെയാണ് തൊട്ടിപ്പുറയുള്ള പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പടിഞ്ഞാറത്തറ മേഖലയിലെ ഈ പ്രദേശം. അപ്പോൾ ഈ പ്രദേശങ്ങളിലാണ് വയനാട്ടിൽ ഈ നിലവിൽ ഏറ്റവും കൂടുതൽ ഈ മഴ ബാധിച്ചിരിക്കുന്നത്. വലിയ കൃഷി മേഖലയടക്കം വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. വിവിധ വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട്. മാനന്തവാടി, തലപ്പുഴ, പടിഞ്ഞാറത്തറ, തരിയോട്, പിണങ്ങോട് ഭാഗങ്ങളിലാണ് വയനാട്ടിൽ ഈ മഴ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ അക്കരയിൽ കുടുങ്ങിയിട്ടുള്ള ഈ ഉന്നതിയിലെ കുടുംബങ്ങളെ ഇങ്ങോട്ട് മാറ്റുന്നതിനുള്ള ശ്രമം നടന്നു വരികയാണ്. സ്വാതി. ഓക്കെ ലിൻഡോ, വയനാട് പിണങ്ങോട് പന്നിയോറയിലാണ് റോഡിൽ വെള്ളം കയറിയത്. അവിടെ ഒരു ഉന്നതിയാണ്. അവിടെ നിന്നുള്ള ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം അവിടെ നടക്കുകയാണ്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്ത് എത്തിയിട്ടുമുണ്ട്. ലിൻഡോ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.